Hi all. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് റിയാക്ഷൻസ് അറ്റ് എ ബി ആൻഡ് ഡി ഫോർ ദ അറേഞ്ച്മെന്റ് ഷോൺ ഇൻ ഫിഗർ. നമുക്കിത് അവിടെ രണ്ട് ബീം ഉണ്ട്. ബീം സി ഡി അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. അതിന്റെ മിഡ് പോയിന്റിലായിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് 1000 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. ഈ ബീം സിയുടെ ഒരു എൻഡ് ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണ്. രണ്ടാമത്തെ എൻഡ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബീം എ ബിയിലാണ്. സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ത്രൂ എ റോളർ സപ്പോർട്ട്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അത് ദാറ്റ് ഈസ് ഈക്വലൻ ടു എ റോളർ സപ്പോർട്ട്. ഓക്കെ, സോ അങ്ങനെ അത് ബീം എ ബിയിലേക്കാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബീം എ ബിയുടെ രണ്ട് എൻഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്, രണ്ടാമത്തെ എൻഡ് ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ടാണ്. അതിൻ്റെ അകത്ത് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ലൊക്കേഷനും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അറേഞ്ച്മെന്റിൽ എയിലും ബിയിലും ഡിയിലും വരുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബീമിനെയും ഇൻഡിവിജ്വലി എടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത് ബീം സി ഡിനെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ കോപ്പി എടുക്കുക. നമുക്ക് ആദ്യം ബീം സി ഡിനെ സോൾവ് ചെയ്യാം. ഇത്ര സെഗ്മെന്റിന്റെ ലെങ്ത്തും 1.5 മീറ്റർ ആണ്. This end is end C അല്ലേ? ഓക്കെ, നമുക്കിനി ഇതിന്റെ ഫ്രീ ബോൾ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സോ നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേനും ഇതൊരു റോളർ സപ്പോർട്ടാണ് അല്ലേ? ദിസ് ഇസ് ഈക്വലൻ ടു എ റോളർ സപ്പോർട്ട്. സോ റോളർ സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താ? അവിടെ വരുന്ന റിയാക്ഷൻ വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ആക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെ മാത്രമേ അത് ആക്ട് ചെയ്യുള്ളൂ. സോ നമുക്കതിനെ ആർ സി എന്ന് ഡിനോട്ട് ചെയ്യാം. അടുത്തത് ഡിയിലൊരു ഹിഞ്ച് സപ്പോർട്ടാണ്. ഹിഞ്ച് സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താ? അവിടുത്തെ റിയാക്ഷൻ ഇറ്റ് ക്യാൻ ബി ഈതർ വെർട്ടിക്കൽ ഓർ ഇൻക്ലൈൻ, അതിന് ഏത് ഇൻക്ലിനേഷൻ വേണമെങ്കിലും ആവാം അല്ലേ? സോ ഞാനിപ്പോൾ അതിൻ്റെ ഇൻക്ലൈൻഡ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പണൻറ്റും ഹൊറിസോണ്ടൽ കമ്പണൻറ്റും എടുക്കുകയാണ്. ഓക്കെ, സോ വെർട്ടിക്കൽ കമ്പണൻറ്റിനെ ഞാൻ ആർ ഡി വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻറ്റിനെ ഞാൻ ആർ ഡി എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ സാധാ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിനെ സോൾവ് ചെയ്യാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? സിൻസ് ബീം സി ഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം, എന്തൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻ? സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു 0, സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് സം ഓഫ് ഓൾ മൊമെന്റ്സ് വിൽ ബി ഈക്വൽ ടു 0. അല്ലേ? അതിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. സോ നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ സൈൻ കൺവെൻഷൻ ടുവേർഡ്സ് റൈറ്റ് ഉള്ള ഫോഴ്സ് ആണ് നമുക്ക് പോസിറ്റീവ്. ഓക്കെ, സോ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സുകളുടെ ആകെപ്പാട് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സേ ഉള്ളൂ, ദാറ്റ് ഇസ് ആർ ഡി എച്ച് അല്ലേ? അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സോ ഇത് നമ്മുടെ നെഗറ്റീവ് ഡയറക്ഷൻ ആണ്, ആർ ഡി എച്ച് മൈനസ് ആർ ഡി എച്ച്. വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുമില്ല. We can say this is equal to 0 അല്ലേ? സോ നമുക്ക് ആർ ഡി എച്ചിന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത കണ്ടീഷൻ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0.
സൈൻ കൺവെൻഷൻ ടുവേർഡ്സ് ടോപ്പ് വരുന്ന ഫോഴ്സ് ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഇതവിടെ ഒരു RC വരുന്നുണ്ട് അല്ലേ, RC ടുവേർഡ്സ് ടോപ്പ് ആണ്, ഹെൻസ് ദാറ്റ് ഇസ് പോസിറ്റീവ്. പിന്നെ 1000 വരുന്നുണ്ട്, അത് ഡൗൺവേർഡ് ആണ്, ഹെൻസ് ദാറ്റ് ഇസ് നെഗറ്റീവ്. പിന്നെ ഒരു RDV ഉണ്ട് അല്ലേ, അത് ടുവേർഡ്സ് ടോപ്പ് ആണ്, സോ ദാറ്റ് ഇസ് പോസിറ്റീവ് അല്ലേ. സോ നമുക്ക് എഴുതാം പ്ലസ് RDV. വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടോ? വേറെ വെർട്ടിക്കൽ ഫോഴ്സ് ഇല്ല, ഹെൻസ് ദിസ് ഇസ് ഈക്വൽ ടു 0. ഫ്രം ദാറ്റ് RC പ്ലസ് RDV is equal to 1000. ഓക്കെ, സോ നമ്മൾ ആ കണ്ടീഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ അടുത്ത കണ്ടീഷൻ എന്താണ്? സം ഓഫ് ഓൾ മൊമെന്റ്സ് എബൌട്ട് എനി പോയിന്റ്. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന പോയിന്റ് C ആണ്. എബൌട്ട് C ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ സിഗ്മ MC ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. ഓക്കെ, ഇതിനകത്ത് നോക്കുക, നമുക്ക് എല്ലാ ഫോഴ്സിൻ്റെയും മൊമെന്റ് എടുക്കുക. സോ ഇവിടെ ഫസ്റ്റ് ഫോഴ്സ് RC കാരണം സിയിൽ മൊമെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല, കാരണം അവിടെ ലിവർ ആർം ഡിസ്റ്റൻസ് 0 ആണ്. സോ RC കാരണം മൊമെന്റ് ഉണ്ടാവില്ല. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് 1000 ന്യൂട്ടൺ ആണ് അല്ലേ. സോ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ദി ലിവർ ആം. സോ ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ. ആ ലിവർ ആമിനെ ഒരു അയൺ റോഡായിട്ട് കൺസിഡർ ചെയ്യുക. ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ അതിനെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അയൺ റോഡ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ ക്ലോക്ക് വൈസ് മൊമെന്റിനെയാണ് പോസിറ്റീവ് മൊമെന്റ് ആയിട്ട് പറയാം. ഓക്കെ, സോ 1000 ന്യൂട്ടൺ കാരണം ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. സോ മൊമെന്റ് വാല്യൂ 1000 ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് ഇസ് 1.5 മീറ്റർ. ഓക്കെ, ഇനി അടുത്തത് RDH കാരണം സിയിൽ മൊമെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലേ, കാരണം RDHന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് സിയിലെ ലിവർ ആം ഡിസ്റ്റൻസ് 0 ആണ്. അടുത്തത് RDV കാരണം മൊമെന്റ് ഉണ്ടാവും. എന്ത് മൊമെന്റ് ഉണ്ടാവുക? ഇതായിരിക്കും നമ്മുടെ ലിവർ ആം ഡിസ്റ്റൻസ്. സോ അത് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? RDV ഇൻറ്റു ഡിസ്റ്റൻസ് 3 മീറ്റർ അല്ലേ. വേറെ ഫോഴ്സ് ഒന്നുമില്ല, സോ അതുകൊണ്ട് മൊമെന്റും ഇല്ല, ഹെൻസ് ദിസ് ഇസ് ഈക്വൽ ടു 0. ഫ്രം ദാറ്റ് നമുക്ക് എന്ത് എഴുതാം? 3 RDV is equal to how much? 1500 അല്ലേ. ഫ്രം ദാറ്റ് RDV is equal to 500 ന്യൂട്ടൺസ് അല്ലേ. നമുക്ക് RDV എന്നുള്ളത് 500 ന്യൂട്ടൺസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതെടുത്തിട്ട് നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാവും അത്? RC പ്ലസ് 500 is equal to 1000. From that RC is equal to 1000 minus 500, that is 500 Newton itself. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂം കിട്ടില്ലേ? RC കിട്ടി, RDV കിട്ടി, RDHും കിട്ടി. ഇനി നമുക്ക് നമ്മളുടെ രണ്ടാമത്തെ ബീമിനെ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ബീമിന്റെ കോപ്പി എടുക്കുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാക്കി റിയാക്ഷനൊക്കെ ഫ്രീ ബോഡി ഡയഗ്രം ആയിട്ട് വരയ്ക്കാം. സോ ഹിഞ്ച് സപ്പോർട്ട്, ഹിഞ്ച് ആയതുകൊണ്ട് there is a chance that it can be inclined. സോ നമ്മൾ അതിനൊരു വെർട്ടിക്കൽ കമ്പണന്റ് ആയും ഒരു ഹൊറിസോണ്ടൽ കമ്പണന്റ് ആയും വരയ്ക്കുന്നു. നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം RAV for the vertical component.
RAH is the horizontal component. നമ്മളുടെ അടുത്ത എൻ്റെ ബി ആണ്. അവിടുത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ടാണ്. സോ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? അവിടെ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ ജനറേറ്റ് ആവുള്ളൂ. ഓക്കെ, നമുക്കതിനെ RB എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി അടുത്തത് ഈ പോയിന്റ് സി ആണ്. പോയിന്റ് സിയിലെ റിയാക്ഷൻ എങ്ങനെ വരുമെന്ന് വെച്ചാൽ നമ്മൾ നോക്കുക. പോയിന്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബീം സി ഡിയുടെ സപ്പോർട്ടിങ് പോയിന്റ് ആയിരുന്നു അല്ലേ? അവിടുത്തെ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു RC അല്ലെ? അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അപ്വേർഡ് ആണ്. നമ്മളുടെ ബീം ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെ? ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിനും യാതൊരുവിധ മൂവ്മെന്റും വരാൻ പാടില്ല. അതായത് പോയിന്റ് സിയിൽ ഒരു പോയിന്റ് സിയും അതിനകത്ത് മൂവ് ചെയ്യാൻ പാടില്ല. പോയിന്റ് സിയിൽ നമുക്കിപ്പോൾ വന്നിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ RC ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് അപ്വേർഡ് ആണ്. സോ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്താ ബീം AB കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ റിയാക്ഷൻ കാണാൻ പറ്റുക. സോ RC ഇവിടെ അപ്വേർഡ് ആണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ഫോഴ്സ് ആയിരിക്കണം അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇവിടെയും നമുക്ക് ഫോഴ്സ് വരുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവിടെ RC അപ്വേർഡ് ആയിരുന്നു, ഇവിടെ RC വരയ്ക്കേണ്ടത് ഡൗൺവേർഡ് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോഴേ നമുക്ക് ആ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാന്ന് കിട്ടുള്ളൂ. ഇവിടെ RC അപ്വേർഡ് വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവിടെ നോക്കുക. അപ്പൊ ഇവിടെ ഈ നമ്മൾ ബീം AB കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു RC ഉണ്ട്. RC നമ്മൾ അപ്വേർഡ് വരച്ചെങ്കിൽ 500. നമ്മൾ എന്താ ബീം CD കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ RC 500, വിച്ച് മീൻസ് അതിന്റെ RCയുടെ വാല്യൂ ഇൻ ടോട്ടൽ അവിടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? ദാറ്റ് മീൻസ് ആ ബീം ഈക്വിലിബ്രിയത്തിൽ അല്ല എന്നാണ് മീനിങ്. ബീമിനെ ഈക്വിലിബ്രിയത്തിൽ ആക്കണമെങ്കിൽ ആ പോയിന്റിൽ യാതൊരുവിധ മൂവ്മെന്റും വരാൻ പാടില്ല. സോ നമ്മൾ AB എന്ന് പറയുന്ന ബീം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ CD കൺസിഡർ ചെയ്ത് കിട്ടിയ അതിന്റെ റിയാക്ഷൻ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ദാറ്റ് ഷുഡ് ബി ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ പോയിന്റ് ഇക്വിലിബ്രിയത്തിൽ കിട്ടുള്ളൂ. ഓക്കെ, സോ RC വാല്യൂസ് എത്രയാണ്? 500 ന്യൂട്ടൺസ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം റിയാക്ഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മുടെ ബീമിനെ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് യൂഷ്വലി നമ്മൾ അപ്ലൈ ചെയ്യാറുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇത് നമ്മളുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇതിനൊക്കെ യൂസ് ചെയ്യാം. സിൻസ് beam AB is in equilibrium, first condition sigma H is equal to 0. Okay, so നമുക്ക് first condition എഴുതാം. Sum of all horizontal forces is equal to 0. ഏതൊക്കെയാ horizontal forces? നമ്മൾ പറയുന്ന പോലെ ടുവേർഡ്സ് റൈറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ പോസിറ്റീവ് എടുക്കുക. ഓക്കെ, സോ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നുണ്ട് RAH അല്ലേ? സോ RAH പോസിറ്റീവ് ആണ്. വേറെ ഏതെങ്കിലും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടോ? വേറെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും ഇല്ല. ഹെൻസ് ദിസ് ഈസ് ഈക്വൽ ടു 0. അടുത്ത കണ്ടീഷൻ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സിന് സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു നമ്മൾ എടുത്തേ? ടുവേർഡ്സ് ടോപ്പ് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് നമുക്ക് പോസിറ്റീവ് ഫോഴ്സസ്. ഓക്കെ, സോ അതാ ഇവിടെ ഫസ്റ്റ് ഫോഴ്സ് RAV, അത് ടുവേർഡ്സ് ടോപ്പ് ആണ്, ഹെൻസ് ദാറ്റ് ഈസ് പോസിറ്റീവ്. അടുത്തത് ഒരു 500 ന്യൂട്ടൺ അല്ലെ? ആ ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് 500. അടുത്ത ഫോഴ്സ് അഗെയിൻ 500 ആണ്, മൈനസ് 500. അടുത്ത ഫോഴ്സ് RB, അത് ടുവേർഡ്സ് ടോപ്പ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? സോ പ്ലസ് RB is equal to 0. From that we will get RAV plus RB is equal to 1000. Okay, നമ്മളുടെ അടുത്ത കണ്ടീഷൻ എന്താണ്? സം ഓഫ് മൊമെന്റ്സ് അല്ലേ?
നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാനിപ്പോൾ മൊമെന്റ് എടുക്കാവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എ അബൌട്ട് ആയിട്ട് എല്ലാ ഫോഴ്സിന്റെ മൊമെന്റ് എടുക്കുക. നമുക്ക് ആർ എ എച്ച് ഉണ്ട്, ആർ എ വി ഉണ്ട് അല്ലെ. ആർ എച്ച് കാരണം ആർ എ വി കാരണം പോയിന്റ് എയിൽ മൊമെന്റ് ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് ഫോഴ്സിനും ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എയിലൂടെയാണ്. അവിടെ ഒരു ലിവർ ആം ഡിസ്റ്റൻസ് ഇല്ല. സോ അത് കാരണം അവിടെ ആർ എച്ച് കാരണം ആർ എ വി കാരണം അവിടെ മൊമെന്റ് ഉണ്ടാവില്ല. അടുത്തത് 500 ന്യൂട്ടൺ. 500 ന്യൂട്ടൺ കാരണം മൊമെന്റ് ഉണ്ടാവും അല്ലെ. അതിനൊരു ലിവർ ആം ഡിസ്റ്റൻസ് ഉണ്ട്. എത്രയാ? 1 മീറ്റർ ആണ് ലിവർ ആം ഡിസ്റ്റൻസ്. ഇനി അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ വരിക? അതിന്റെ ഡയറക്ഷൻ ദിസ് ഇസ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. സോ നമുക്ക് എഴുതാം ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ് ആണ്. നമുക്ക് എഴുതാം 500 ഇൻറ്റു 1. അടുത്തത് ഇവിടെ 500 ന്യൂട്ടൺ അല്ലെ. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതാണ് ലിവർ ആം ഡിസ്റ്റൻസ്. ലിവർ ആം ഡിസ്റ്റൻസ് ലൈൻ ഓഫ് ആക്ഷൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ 1 + 0.5 ദാറ്റ് ഈസ് 1.5 മീറ്റർ. എങ്ങനെയാ അതിന്റെ ഡയറക്ഷൻ? അതും ഈ പറയുന്ന പോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ് അല്ലെ. സോ അതും പോസിറ്റീവ് ആണ്. വാല്യൂ 500 ഇൻറ്റു 1.5. അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ബി ആണ് അല്ലെ. ആർ ബി ആക്ട് ചെയ്യുന്നത് ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 + 1 ദാറ്റ് ഈസ് 1 + 1 is 2 മീറ്റർ അല്ലെ. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ദാറ്റ് ഈസ് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. സോ മൈനസ് ആണ്. മൈനസ് ആർ ബി ഇൻറ്റു 2 അല്ലെ. വേറെ ഫോഴ്സസ് ഒന്നുമില്ല, സോ ധാരണ മൊമെന്റും ഇല്ല. ഹെൻസ് ദിസ് ഇസ് ഈക്വൽ ടു 0. ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് 2RB is equal to 500 plus 1500, which is 2000 അല്ലേ. From that RB is equal to 1000 newtons. Sorry, ഒരു calculation mistake ഉണ്ട്. 1.5 into 500 is 750, which makes this 250 അല്ലേ. From that RB is equal to 625 newtons. Okay, then എന്ത് ചെയ്യുക? RB നെ എടുത്തിട്ട് നമുക്ക് ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ കിട്ടും RAV plus 625 is equal to 1000. From that RAV is equal to 375 newtons അല്ലേ. നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് ആ ഫിഗറിലേക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു കോപ്പി എടുക്കുക. DLA forces RDHും RDVയും. നമുക്ക് A, B, D അവിടുത്തെ റിയാക്ഷൻസ് മാത്രം കാണിച്ചാൽ മതി. ഞാൻ അവിടുത്തെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. സോ ഇതിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ്
എയിലെ സപ്പോർട്ട് റിയാക്ഷൻസ് അടുത്തത് ബിയിലെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒരു വാല്യൂ സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഡി വിയുടെ വാല്യൂ ദാറ്റ് ഈസ് 500 ന്യൂട്ടൺസ്. ആർ ഡി എച്ചിൻ്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് തന്നെ ഡിലീറ്റ് ചെയ്യാം. 0 പിന്നെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത് ആർ ബിയുടെ വാല്യൂ എത്രയാണ്? 625 ന്യൂട്ടൺസ്. ആർ എ വിയുടെ വാല്യൂ 375 ന്യൂട്ടൺസ്. ആർ എ എച്ചിൻ്റെ വാല്യൂ വാസ് 0 അല്ലേ? സോ അതുകൊണ്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. And this is our solution.